നമസ്കാരം. യുവർ മണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കെ.വി. ഷംസുദ്ദീൻ സാറാണ്. ബർജിൽ ജിയോജിത് ഫൗണ്ടർ ഡയറക്ടറും അതുപോലെ തന്നെ പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാനുമാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു സേവിങ്സ് ഉണ്ടാക്കേണ്ടതെന്നും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം സാർ. എങ്ങനെയാണ് ഇപ്പോൾ പ്രവാസികളുടെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എങ്ങനെയാണ് താങ്കളുടെ എന്തൊക്കെ ടിപ്പുകളാണ് ഇന്നിപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് 80,267 ആണ്. 97 പോയിൻ്റ് സെൻസെക്സ് താഴ്ന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മാർക്കറ്റ് നമുക്ക് 86,000 വരെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിനെ പരിശോധിച്ചാൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ മാർക്കറ്റ് താഴ്ന്നിരിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റിയാണ്, ഉയർന്നിരിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ താഴ്ന്നിരിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല അവസരമായിട്ട് വേണം കണക്കാക്കാൻ. മാർക്കറ്റ് താഴ്ന്ന സമയത്ത് ഇപ്പോൾ 80,000 എന്ന് പറഞ്ഞാൽ 6,000 ഇപ്പോൾ അടുത്ത കാലത്തെ ഏറ്റവും ഉയർന്ന മാർക്കറ്റിൽ നിന്ന് താഴ്ന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ TCS 2,900 TCSൻ്റെ പ്രൈസ്. വിപ്രോ 241, ടാറ്റ സ്റ്റീല് 169, ടാറ്റ മോട്ടോഴ്സ് 673, BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 2,042, ONGC 230, ടാറ്റ പവർ ഗ്രിഡ് 280. ഇപ്പോൾ ഈ പറഞ്ഞ ഷെയർസ് എല്ലാം തന്നെ അതിൻ്റെ ലോവസ്റ്റ് പ്രൈസ് എത്തിയതിനോട് വളരെ അടുത്ത് നിൽക്കുകയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, വാങ്ങാൻ വേണ്ടി ലോവസ്റ്റ് പ്രൈസ് കാത്തിരിക്കുന്നവർ ഒരിക്കലും വാങ്ങിക്കില്ല എന്നും, വിൽക്കാൻ വേണ്ടി ഹയസ്റ്റ് പ്രൈസ് കാത്തിരിക്കുന്നവർ ഒരിക്കലും വിൽക്കുകയും ചെയ്യില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് വാങ്ങിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയല്ല എന്ന് മനസ്സിലാക്കണം. വാങ്ങിക്കേണ്ടത് ഓരോ കമ്പനികളുടെയും വിവിധ കാര്യങ്ങൾ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് വാങ്ങിക്കേണ്ടത്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കമ്പനികൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എത്ര ആയിരുന്നോ അതിൻ്റെ ഏറ്റവും അടുത്ത നിലയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത്തരം കമ്പനികൾ എത്രമാത്രം ഈ കമ്പനികൾ താഴ്ന്നു വന്നിട്ടുണ്ട്, അതുപോലെ ഈ കമ്പനികളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് വാങ്ങിക്കാൻ അവസരം ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് എല്ലാ നിക്ഷേപകരും ചെയ്യേണ്ടത്. അതേ സമയത്ത് മറ്റൊരു ഭാഗം നോക്കുകയാണെങ്കിൽ ധാരാളം കമ്പനികൾ അതിൻ്റെ ഹയസ്റ്റ് പ്രൈസുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന് പല കമ്പനികളും പല കമ്പനികളും ഇന്ന് വളരെ ഉയർന്ന പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഭാരതി എയർടെൽ, അതിൻ്റെ ഹയസ്റ്റ് പ്രൈസ് 2,045 ആയിരുന്നു. അതേ സമയത്ത് 1,886 ഇന്നത്തെ പ്രൈസ് കാണുന്നത്. അതേ സമയത്ത് 2,045 നിന്ന് കുറഞ്ഞ് 1,886 ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 7% വ്യത്യാസം വന്നിട്ടുള്ളത്. പല ആളുകളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹയസ്റ്റ് പ്രൈസ് ഉണ്ടാകുമ്പോൾ വിൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇനിയും കൂടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് വിൽക്കാൻ സാധിക്കില്ല. അതാണ് സംഭവിച്ചു പോകാറുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ലോവസ്റ്റ് പ്രൈസിൽ വാങ്ങിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഒരിക്കലും വാങ്ങിക്കുകയും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നതുപോലെ അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ നോക്കേണ്ടത് ഒരു സംതൃപ്തി. ഞാൻ വാങ്ങിച്ച ഷെയർസ് ഇത്ര വിലയ്ക്ക് വാങ്ങിച്ചതാണ്, ഇപ്പോൾ ഇത്രയും വില എത്തിയിട്ടുണ്ട്, ഈ വില എത്രയും ഉയർന്ന വിലയ്ക്ക് എത്തിയ സ്ഥിതിക്ക് ഹയസ്റ്റ് പ്രൈസ് എത്തിയത് കാത്തിരിക്കാതെ ഇതിൽ സംതൃപ്തനാകുകയാണെങ്കിൽ ഇപ്പോൾ വിൽക്കാൻ പറ്റിയൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന് നോക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യം ഓരോ വ്യക്തിയും, ഇപ്പോൾ ഞാൻ വാങ്ങിക്കണോ ഇപ്പോൾ ഞാൻ വിൽക്കണോ
കുറഞ്ഞ ഷെയർസ് വാങ്ങിക്കാൻ കയ്യിൽ പൈസ ഉണ്ട്, അതേ സമയത്ത് പല ഷെയർസും താഴ്ന്നിരിക്കുന്നു എന്ന സന്ദർഭത്തിൽ ഇത് വാങ്ങിക്കാനുള്ള അവസരമായിട്ട് നമ്മൾ കാണുകയും അങ്ങനെ വാങ്ങിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. എന്നതുപോലെ തന്നെ വിൽക്കാനുള്ള കാര്യത്തിലും ഇപ്പോൾ ഈ 2 പോയിന്റിൽ നിന്നും ഇപ്പോൾ ഉദാഹരണമായിട്ട് JSTയിൽ 1143 എത്തിയ വിലയാണ് ഇപ്പോൾ 1168 നിൽക്കുന്നത്. അതുപോലെ SBI 873 ആണ് ഇപ്പോഴുള്ളത്. 880 ഹയസ്റ്റ് പ്രൈസ് എത്തിയിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു വ്യത്യാസമേ എത്തിയിട്ടുള്ളൂ, 7 ഉറുപ്പികയുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹിൻഡാൽകോ നമുക്ക് കാണാൻ സാധിക്കുന്നത് 772 എത്തിയ അതിൻ്റെ ഷെയർ പ്രൈസ് ഇപ്പോൾ 763 ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ന് പറയുമ്പോൾ 9 രൂപയുടെ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. 9 രൂപയും കൂടെ കൂടുകയാണെങ്കിൽ ഹയസ്റ്റ് പ്രൈസിലേക്ക് അത് എത്തും എന്ന് അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഓരോ നിക്ഷേപകരും കൃത്യമായി അനലൈസ് ചെയ്ത് ഇപ്പോൾ ഈ വിലയ്ക്ക് ഞാൻ വിറ്റാൽ മോശം വരില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുക എന്നുള്ളതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പണം കയ്യിൽ ഉണ്ടാവുകയും ആ സന്ദർഭത്തിൽ തന്നെ എത്രയോ ഷെയർ ലോവസ്റ്റ് ഓഫ് ദ ഇയർ എത്തിയിട്ടുള്ള എൻ്റെ അടുത്തുള്ളത് പലതും കാണാം. അങ്ങനെയുള്ള ഷെയർ വാങ്ങിക്കാനുള്ള അവസരവും നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഒരേ സമയത്ത് 2 അവസരങ്ങളും നമുക്കുണ്ടാകും. പക്ഷേ അത് ഉപയോഗപ്പെടുത്താനുള്ളൊരു മനസ്സാണ് നിക്ഷേപകർക്ക് വേണ്ടത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എല്ലായ്പ്പോഴും അവസരങ്ങളാണ്, പക്ഷേ ആ അവസരങ്ങൾ ഏത് തരത്തിൽ ഉപയോഗപ്പെടുത്തണം എന്ന് പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. അപ്പോൾ ഒരേ സന്ദർഭത്തിൽ ഒരേ മാർക്കറ്റിൽ നിന്ന് വിൽക്കുവാനും വാങ്ങിക്കുവാനും അവസരങ്ങളുണ്ട് എന്നുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. അതാണ് പ്രധാനമായിട്ട് ഓരോ നിക്ഷേപകർക്കും ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഈ കുറേ ആളുകൾ പെന്നി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടും. കാരണം പെന്നി സ്റ്റോക്ക്, അതെ, വലിയ എമൗണ്ടുകൾ ഇറക്കാനില്ലാത്തവർ പെന്നി സ്റ്റോക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഗുണകരമാണ്? പെന്നി സ്റ്റോക്ക് വാങ്ങിക്കാൻ തയ്യാറാവുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടത് പെന്നി സ്റ്റോക്കായി എന്നുള്ളതാണ്. ആ ഒരു കമ്പനി പെന്നി സ്റ്റോക്കായി മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കമ്പനി ട്രേഡ് ചെയ്യുന്നത് വല്ലപ്പോഴും മാർക്കറ്റിൽ ഒന്ന്. രണ്ടാമത് ആ കമ്പനി വർഷങ്ങളായിട്ട് നഷ്ടമുണ്ടാക്കുന്നൊരു കമ്പനി ആയിരിക്കും. അതുകൊണ്ടാണ് അത് പെന്നി സ്റ്റോക്കായി മാറുന്നത്. ആ ഷെയറിന് ഏതെങ്കിലും ദിവസം പലപ്പോഴും അതിൻ്റെ പ്രൊമോട്ടർമാർ മാർക്കറ്റിൽ കളിക്കുകയും ചെയ്യും. അവർ ആരെങ്കിലും ആ പ്രൊമോട്ടർമാർ ആരെങ്കിലും മാർക്കറ്റിൽ നിന്ന് ബൾക്കായിട്ട് 2-3 ദിവസം കുറച്ച് ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇത് എന്തോ ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകണമെന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അതങ്ങ് കൂടിപ്പോവും. അത് ഉണ്ടായാൽ ചില ആളുകൾ ഈ പെന്നി സ്റ്റോക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കിയെന്ന് വരും. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെന്നി സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്തുകൊണ്ട് ഞാനത് വാങ്ങിക്കണം? നമ്മൾ വാങ്ങിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വാങ്ങിക്കുക. അതേസമയത്ത് ആ കമ്പനി പെന്നി സ്റ്റോക്കായി തീർന്ന കാരണങ്ങൾ നമുക്ക് കാണും. ഒന്നുകിൽ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുകയായിരിക്കും ആ കമ്പനി, അല്ലെങ്കിൽ ആ കമ്പനി കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടം പേറുന്ന കമ്പനിയായിരിക്കും, അല്ലെങ്കിൽ കമ്പനിക്ക് ഭീമമായ കടം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ആദ്യമായിട്ട് അത് ട്രേഡിങ് ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഷെയർസ് വാങ്ങിക്കുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണ് എന്ന അഭിപ്രായമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. നമ്മൾ നമ്മുടെ അധ്വാനിച്ചുണ്ടാക്കിയ മൂല്യവത്തായ പണം ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഷെയറുകളിലല്ല നമ്മൾ നിക്ഷേപിക്കേണ്ടത്. നല്ല നല്ല കമ്പനികൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. എപ്പോഴും ഒരു അടിത്തറ ഉള്ളതും പ്രസ്റ്റീജായിട്ടുള്ള കമ്പനികളും എല്ലാ കാലങ്ങളിലും നല്ല നിലയ്ക്ക് മാർക്കറ്റിനൊപ്പം ഉയരുന്നതും ആയ ധാരാളം കമ്പനികൾ, ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കമ്പനികളെല്ലാം തന്നെ പ്രമുഖ കമ്പനികളാണ്.
അപ്പോൾ അത്തരം കമ്പനികളായിരിക്കണം നമ്മൾ എപ്പോഴും കയ്യിൽ ഉണ്ടാവേണ്ടത്. കമ്പനികളെപ്പറ്റി പഠിക്കുക, മനസ്സിലാക്കുക. ആ കമ്പനികൾ ഈ വർഷം അതിൻ്റെ NAV PS പിന്നെ ഇതിൻ്റെ P റേഷ്യോ എത്ര ഉണ്ട്, EPS എത്ര ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ നിക്ഷേപകനും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കമ്പനിയുടെ ബുക്ക് വാല്യൂ എത്ര ഉണ്ട്, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ ബാലൻസ് ഷീറ്റ് നോക്കി മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ നിക്ഷേപം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ, എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, ഞാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് 1976-ലാണ്. ഇന്ന് വരെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സുദീർഘകാലം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സൂക്ഷ്മതയോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അണ്ടർലൈൻ ചെയ്തിട്ടാണ് പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് സൂക്ഷ്മമായി മാർക്കറ്റ് നിരീക്ഷിക്കുകയും അവസരങ്ങൾ വരുമ്പോൾ വിൽക്കുകയും അത് അവസരങ്ങൾ ഉള്ള സമയത്ത് വാങ്ങിക്കുകയും ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് സുരക്ഷിതമായ മാർക്കറ്റാണ്. ഇപ്പോൾ 1979-ലാണ് നമ്മുടെ സെൻസെക്സ് ആരംഭിച്ചത്. അന്ന് 100 അതാണെന്ന് 80,000 ആയിട്ട് നമ്മൾ കാണുന്നത്. ഇത്രയും കാലം കൊണ്ട് 80,000 ആയ സമയത്ത് എത്രയോ തവണ മാർക്കറ്റ് വളരെയധികം മുകളിലേക്ക് പോവുകയും പിന്നീട് താഴോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കഴിഞ്ഞൊരു 30 വർഷത്തെ പഠനം തന്നെ നടത്തിയപ്പോൾ ഓരോ സന്ദർഭത്തിലും മാർക്കറ്റ് ഏറ്റവും താഴ്ന്നിട്ടുണ്ടെങ്കിൽ ആ താഴ്ന്നതിൽ നിന്ന് 40-42% ഉയർന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീട് മറ്റൊരു അവസരം വരുമ്പോൾ മാർക്കറ്റ് താഴുന്നു, പല കാരണങ്ങൾ കൊണ്ട് വീണ്ടും മാർക്കറ്റ് ഉയർന്നു പോകുന്നു. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ഉയർന്നതിൻ്റെ ഫലമായിട്ടാണ് 100 ഉണ്ടായിരുന്ന സെൻസെക്സ് ഇന്ന് 80,000 ആയി എത്തിയിട്ടുള്ളത്. ഇനിയും ഇതൊരു ട്രെൻഡാണ്. ഈ ട്രെൻഡ് ഒരു പക്ഷേ നമുക്ക് അധികം താമസിയാതെ മറ്റൊരു ട്രെൻഡ്, മുകളിലേക്ക് പോകുന്ന ട്രെൻഡ് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ വരുന്നത്, നേരത്തെ നമ്മൾ 86,000 കണ്ടതാണ്, പക്ഷേ ഇനി വരാൻ പോകുന്നത് 86,000-നേക്കാൾ കൂടുതലുള്ള ഒരു സെൻസെക്സ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരങ്ങൾ ഉപയോഗപ്രദമാക്കുവാനുള്ള ഒരു മനസ്സാണ് ഓരോ നിക്ഷേപകർക്കും ഉണ്ടാവേണ്ടത്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ധാരാളം ആളുകൾ വളരെയധികം വറീഡാണ്. ഇപ്പോൾ മെജോറിറ്റി ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് SIP ആയിട്ട്. NRIകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് SIP ആയിട്ടാണ്. ഈ SIP ആയിട്ട് 10 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ 10,000 ഉറുപ്പിക എല്ലാ മാസവും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണുവാൻ സാധിക്കുക 12 ലക്ഷമാണ്. ഈ വ്യക്തി ഇപ്പോൾ ഇവിടുത്തെ NAV നോക്കുക, അദ്ദേഹം ടോട്ടൽ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾ പരിതപിക്കുന്നത് കാണാം. ഞാൻ 10 വർഷമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു, 10 വർഷം കൊണ്ട് എനിക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്ന പല ആളുകളെയും കാണാം. അവർ പറയുന്നത് ശരിയാണ്. ഈ 10 വർഷം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ 12 ലക്ഷം ഉറുപ്പിക ഇൻവെസ്റ്റ് ചെയ്തത് ഒരു പക്ഷേ വലിയൊരു ഗ്രോത്ത് ഉണ്ടായി കാണില്ല. പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, കഴിഞ്ഞ 3-4 വർഷമായിട്ട് മാർക്കറ്റ് താഴോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. തൽഫലമായിട്ട് ഓരോ സമയവും നമ്മൾ വാങ്ങിക്കുമ്പോൾ മാർക്കറ്റ് ഉയർന്ന സമയത്ത് ഉണ്ടായപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഖ്യ എത്രയാണോ അതിന് കിട്ടിയിരുന്ന യൂണിറ്റുകളെ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 വർഷത്തെ ഏവറേജ് NAV നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കുറവാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, നമ്പർ ഓഫ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ
വളരെയധികം വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വർദ്ധിച്ച യൂണിറ്റുകളുള്ള നമ്മൾ ഇനി മാർക്കറ്റ് ഉയർന്ന സമയം വരുമ്പോൾ വിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സന്ദർഭത്തിൽ NAV വർദ്ധിക്കുകയാണ് ഉണ്ടാവുന്നത്, മാർക്കറ്റ് ഉയർന്നതുകൊണ്ട്. അങ്ങനെ ഉയർന്ന സമയത്ത് ആയിരിക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ട് റെഡീം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന്, NAV വർദ്ധിച്ചിട്ടുണ്ടാവും. രണ്ട്, നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടാവും. ഈ രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് വിൽക്കുമ്പോൾ ഉയർന്ന NAVയിൽ കൂടുതൽ നമ്പറുകൾ വിൽക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. അപ്പോഴാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക്, പല ആളുകളും നമ്മളോട് പറയാറില്ലേ, ഞങ്ങൾക്ക് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റായി എന്ന്. ഇത് ഇപ്പോൾ പല സുഹൃത്തുക്കളും ഓർക്കുന്നുണ്ടാവും. 2 നിക്ഷേപകർ നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് നേരിട്ട് പറയുകയുണ്ടായിട്ടുണ്ട്, ഞങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തു, ഈ സന്ദർഭത്തിൽ പോലും ഞങ്ങളുടെ മാർക്കറ്റ്, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഇത്രമായി ഉയർന്നിരിക്കുന്നു, ഇപ്പോൾ ഞങ്ങൾ റെഡീം ചെയ്യുകയാണെങ്കിൽ ഈ വില കിട്ടും എന്ന് പറഞ്ഞ് സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവർക്ക് അത് എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് കഴിഞ്ഞ 18 വർഷവും 20 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്ത 86 ലക്ഷം ഉറുപ്പിക 1,42,00,000 എന്ന് ഒരാൾ പറഞ്ഞത് നമുക്ക് പലരും ഓർക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരാൾ 1,20,00,000 ആയെന്ന് പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞത് കേട്ട് കാണും. ഇവരൊക്കെ സുദീർഘകാലം നിക്ഷേപം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ വയ്യാത്ത, പ്രതീക്ഷിക്കാത്ത റിട്ടേണാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും മാത്രമല്ല ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഭിവൃദ്ധി. ഇവർക്കെല്ലാം ആ സന്ദർഭത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു വികാരം ഉണ്ടായിത്തീരുകയും ചെയ്തതിൻ്റെ ഫലമായി അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് അത്രയും റിട്ടേൺ കിട്ടാൻ അവസരം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടാവട്ടെ ഓഹരികളാവട്ടെ, ഈ രണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ചെയ്യേണ്ടത് ഓരോ സാഹചര്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ആ വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലാഭം കൊയ്യുവാൻ സാധിക്കൂ എന്നുള്ളത് സ്റ്റോക്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരായാലും മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ടും എന്നതുപോലെ തന്നെ ലംസമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്തുള്ള കാര്യം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഹയസ്റ്റ് സെൻസെക്സ് 86,000 അത് 80,000 നിൽക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ കയ്യിൽ ബാങ്കിൽ പണം ഇരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വർണത്തിൻ്റെ വില ഇത്രയും ഉയർന്ന സമയത്ത് സ്വർണം വിറ്റ പണം കയ്യിലിരിക്കുന്നു എങ്കിൽ അവർ ചെയ്യേണ്ടത് ഇത്തരം സംഖ്യ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുറഞ്ഞ NAVക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് സിദ്ധിച്ചിട്ടുള്ളത്. അങ്ങനെ മാർക്കറ്റ് കൂടുമ്പോൾ എന്തു സംഭവിക്കും? NAV സ്വാഭാവികമായിട്ട് കൂടും. അപ്പോൾ തീർച്ചയായിട്ടും അതേ സമയത്ത് നമ്മളുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ വില ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ വില എത്രയാണോ അതിൻ്റെ ഇരട്ടിയാവാൻ എന്തായാലും പോകുന്നില്ല. അതേ സമയത്ത് മാർക്കറ്റിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ വളർച്ച വളരെ ദ്രുതഗതിയിലാണ് ഉണ്ടാവാറുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ സന്ദർഭത്തിൽ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ബെറ്റർ റിട്ടേൺ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ ഓരോ പ്രവാസിയായിട്ടുള്ള നിക്ഷേപകരും ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള കൃത്യമായിട്ടുള്ള ഫലം ലഭിക്കും. ഇപ്പോൾ
സാറേ ഈ നമ്മളെ പലരും ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരുണ്ട്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഇതിലേതാണ് സാറ് പ്രിഫർ ചെയ്യുക? അല്ലെങ്കിൽ അതായത് മ്യൂച്വൽ ഫണ്ടിലാവട്ടെ സ്റ്റോക്കിലാവട്ടെ കൂടുതൽ റിട്ടേൺ കിട്ടണമെങ്കിൽ ലോങ് ടേമിൽ കാത്തിരുന്നാലേ കിട്ടത്തുള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതേ സമയത്ത് മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അവരെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞാൽ ഒരു 10% റിട്ടേൺ കിട്ടുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ആ 10% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ്, അവർ വിറ്റിട്ട് ബുക്ക് ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10% കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സന്ദർഭത്തിൽ ചിലത് താഴെ ആയിട്ടുള്ളത് കാണാൻ സാധിക്കും, വില കുറഞ്ഞ ഷെയർസ് കാണാൻ സാധിക്കും. അവർ അത് വാങ്ങിക്കുന്നു. പിന്നെ അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ അവസരം കിട്ടുന്നു. അപ്പോൾ അവർ റെഗുലറായിട്ട് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്തുകൊണ്ട് ചെറിയ മാർജിൻ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മറ്റൊരു വിഭാഗം ഇത് മാർജിൻ വെച്ചുകൊണ്ട് ചെയ്യും. അവിടെയാണ് അപകടം. ഞാൻ എപ്പോഴും പറയാറുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗാംബ്ലിംഗ് ഡെൻ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുക. ആ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡേ ട്രേഡിങ്ങിനല്ല ഉദ്ദേശിക്കുന്നത്. അല്പസമയം കാത്തിരിക്കാനുള്ള മനസ്സോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് ഉണ്ടാവില്ല. ഡേ ട്രേഡിങ്ങിൽ ഉണ്ടാവുന്ന റിസ്ക് അതിലില്ല. കാരണം മാർക്കറ്റിൽ ഒരു പ്രതിഭാസം നമ്മൾ കാണാറുള്ളത്, ഇപ്പോൾ മാർക്കറ്റ് 1000 പോയിൻ്റ് ഒരു ദിവസം കുത്തനെ താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയകളെല്ലാം കാണുക, ഇന്ന് ഇത്രയും ലക്ഷം കോടി ഉറുപ്പിക നഷ്ടപ്പെട്ടു എന്നാണ് പറയുക. നഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഷെയർസ് വിറ്റ് അതിന് ക്യാഷ് ഞാൻ എടുത്താൽ എനിക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അതേ സമയത്ത് എൻ്റെ കയ്യിൽ ഓഹരികളുണ്ട്, ഇന്ന് വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യം കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അത് സ്വർണ്ണമായാലും അതുതന്നെ സംഭവിക്കുക. സ്വർണത്തിന് വില കുറഞ്ഞാൽ ഞാൻ ഭയപ്പെടേണ്ടതില്ല. സ്വർണം എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ അതിൻ്റെ മൂല്യം കുറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ആ സാധനം എൻ്റെ കയ്യിലുണ്ടപ്പോൾ അത് വില കൂടുന്ന സമയത്ത് എനിക്ക് ഏത് സമയത്തും എനിക്ക് വിറ്റ് ആ ഉയർന്ന പ്രൈസ് എനിക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കഴിയുന്നതും പലരും ചെയ്യുന്നുണ്ട്, ഈ വലിയ 10 മടങ്ങ് എന്ന് തന്നെ പറയാം, കയ്യിലുള്ളതിൻ്റെ 10 മടങ്ങ് പൈസ മാർക്കറ്റിൽ ഇറക്കി ഊഹക്കച്ചവടം ചെയ്യുന്നവർ. അത് അപകടമാണ്. 2-3 ദിവസം 10% വീതം ഉയർന്ന സമയത്ത് ലാഭം കിട്ടിയിട്ടുണ്ടാവും. ആ ലാഭം കിട്ടിയത് തോന്നും ഞാനിത് മുഴുവൻ അങ്ങ് വെച്ചാൽ ഇതുമേൽ മുഴുവൻ എനിക്ക് ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ ദിവസമായിരിക്കും 10% കുറയുന്നത്, അന്ന് കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തു പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് എപ്പോഴും എനിക്കുള്ളത്. ഞാൻ എന്നും ഉപദേശിക്കാറുള്ളത്, ഡേ ട്രേഡിംഗ് കഴിയുന്നത്ര സൂക്ഷിച്ച് ചെയ്യുക, പഠിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതേ സമയത്ത് മാർജിൻ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഹാബിറ്റ് ഉള്ളവർ അത് 10 തവണ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളറിയാതെ ആർക്കും ഇല്ലാതെ പൈസ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്കറ്റ് അവസരങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നമുക്ക് അവസരമുണ്ട്. എല്ലാ സമയത്തുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വിൽക്കുവാനും വാങ്ങിക്കുവാനുള്ള അവസരങ്ങൾ ഒരേ സമയത്തുണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷ്മതയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ഭാവി ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടായാലും ഷെയറിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആണെങ്കിലും അവസരങ്ങളുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. അതിന് വേണ്ട ഡോക്യുമെൻറ്റുകളെല്ലാം ആയി ഞങ്ങൾ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ വേണ്ട സഹായങ്ങൾ ചെയ്യും. പക്ഷേ അതേസമയം നിങ്ങൾ
എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്ഥാപനം സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ലൈസൻസുള്ള സ്ഥാപനങ്ങളായിരിക്കണം നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ. വിദേശത്ത് ചെയ്യുകയാണെങ്കിൽ UAE-യിലാണെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി എന്ന SCA ആ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ കൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് രണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചാൽ ആരോടും പരാതി പറയാൻ സാധിക്കില്ല. നഷ്ടം വരുന്നത് സൂക്ഷിച്ചും വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കണം. ഊഹാപോഹങ്ങൾ കേട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഓരോ വ്യക്തിയും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സുദീർഘമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക. ആരെങ്കിലും 30%, 40% കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒന്നും തന്നെ വിശ്വസിക്കരുത്. ആർക്കും അങ്ങനെ വാഗ്ദാനം ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളും ഞാനും പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾക്ക് എന്ത് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ അത് ഗ്യാരണ്ടി ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് തെറ്റാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അത് കിട്ടിയിട്ടുണ്ട്. അതേ ഒരു സാഹചര്യം മാർക്കറ്റിൽ നിലനിൽക്കുകയാണെങ്കിൽ ഇനിയും അത് ആവർത്തിക്കും എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ സാധിക്കൂ. പക്ഷേ അതൊരു ഗ്യാരണ്ടി ആയിട്ട് കാണരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വിഷയത്തെപ്പറ്റി പറയാനുള്ളത്. സ്ക്രീനിൽ ഞങ്ങളുടെ നമ്പറുകളെല്ലാം കാണും. ആ നമ്പറുകളിൽ ബന്ധപ്പെടുക. എല്ലാ അസിസ്റ്റൻസും അവിടുന്ന് ലഭ്യമായിരിക്കും. വളരെ നന്ദി സാർ. ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് സ്ക്രീനിൽ കണ്ട ഈ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പേഴ്സണലി സാറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ 05064678001, ദുബൈയിൽ 043555900 എന്നീ നമ്പറിലും, അബുദാബിയിലാണെങ്കിൽ 026441555, ഷാർജ 0657255. kvshams@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലൂടെയും വിവരങ്ങൾ തേടാവുന്നതാണ്. വളരെ നന്ദി ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. താങ്ക് യു. NTV UAE to the world.